രാഹുൽ മങ്കുടത്തിൽ ജയിലിൽ നിന്നും പുറത്തിറങ്ങുകയാണ്, ജയിൽ മോചിതനായി പുറത്തിറങ്ങുകയാണ്. മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നറിയില്ല. എന്തുകൊണ്ട് ട്രാപ്പാണോ കുടിക്കാണോ രാവിലെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, രാഹുൽ മാധ്യമങ്ങളോട് ഒന്നും പ്രതികരിച്ചില്ല. മൂന്നാം ബലാത്സംഗ കേസിൽ ജയിലിൽ കഴിയുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി. ഇപ്പോൾ അറസ്റ്റിലായി 18ാമത്തെ ദിവസമാണ്. പത്തനംതിട്ട സെഷൻസ് കോടതി രാഹുലിന് ജാമ്യം അനുവദിച്ചത്. ഇപ്പോൾ രാഹുൽ ജയിൽ മോചിതനായി പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. മാധ്യമങ്ങളുടെ ചോദ്യത്തിനോടൊന്നും രാഹുൽ പ്രതികരിച്ചില്ല. 2 ആഴ്ചയിലധികമായി, കൃത്യമായി പറഞ്ഞാൽ 18 ദിവസമായിട്ട് ജയിലിൽ കഴിയുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. പരാതിക്കാരിയുമായി ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമാണെന്ന് സ്ഥാപിക്കാനായിരുന്നു പ്രതിഭാഗത്തിന്റെ ശ്രമം. അതേപോലെ വാട്സാപ്പ് ചാറ്റുകളും ശബ്ദ സന്ദേശവും പ്രതിഭാഗം കോടതിയിൽ ഹാജരാക്കി. പ്രതിഭാഗം ഹാജരാക്കിയ തെളിവുകൾ പരിഗണിച്ചും പ്രതിയുമായുള്ള തെളിവെടുപ്പുകൾ പൂർത്തിയായതും കണക്കിലെടുത്താണ് ഇന്നിപ്പോൾ ഈ ജാമ്യം കൊടുത്തതെന്നാണ് നിലവിൽ നമുക്കറിയാൻ കഴിയുന്ന വിവരങ്ങളൊക്കെ. അങ്ങനെ പ്രതിഭാഗത്തിന്റെ വാദങ്ങളൊക്കെയും അംഗീകരിച്ചുകൊണ്ടും തെളിവെടുപ്പ് പൂർത്തിയാക്കിയുമൊക്കെയാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചത്. അമൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമലെ, മാധ്യമങ്ങൾ പല ചോദ്യങ്ങളും ചോദിച്ചു, പക്ഷേ ഒന്നിനോടും രാഹുലിന് മറുപടിയില്ല, ചിരി തന്നെ. രാഹുലിന് ഇപ്പോൾ ജാമ്യം ലഭിച്ചു. പത്തനംതിട്ട സെഷൻസ് കോടതിയിൽ നിന്നാണ് ജാമ്യം ലഭിച്ചത്. അതിനെ തുടർന്ന് രാഹുലിന്റെ ബന്ധുക്കളും അഭിഭാഷകരും അടക്കം മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലെത്തിയാണ് രാഹുൽ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നുണ്ട്. ചിരിച്ച മുഖത്തോടെയാണ് ഇറങ്ങിയത്. ഇപ്പോൾ ജയിലിന് പുറത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് രാഹുലുമായി പോകുന്ന വണ്ടിക്ക് നേരെ ഉണ്ടാകുന്നത്. യുവമോർച്ച പ്രവർത്തകരാണ് പ്രതിഷേധം. രാഹുലിനെതിരെ മൊട്ടേർ അടക്കം പ്രയോഗിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. നമുക്കറിയാം 18 ദിവസമാണ് രാഹുൽ ജയിലിനുള്ളിൽ ഉണ്ടായിരുന്നത്. ഏതായാലും രാഹുലുമായിട്ട് ഇത്തരത്തിൽ 11ാം തീയതിയാണ് പോലീസ് രാഹുലിനെ പാലക്കാട് നിന്ന് കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് പത്തനംതിട്ടയിലെ എയർ ക്യാമ്പിലെത്തിച്ച് പരിശോധനകൾക്കും മറ്റുമായിട്ട് പുറത്തു കൊണ്ടുവന്നൊക്കെ സ്ഥിതിയുണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള സംഘർഷമാണ് മാവേലിക്കര സ്പെഷ്യൽ ജയിലിന്റെ പുറത്തു നിന്നുണ്ടാകുന്ന, പ്രത്യേകിച്ചും പോലീസ് സന്നാഹമടക്കം ഈ പ്രതിഷേധം പ്രതീക്ഷിച്ചതായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് പ്രതിഷേധക്കാരെ ബലം പ്രയോഗിച്ച് പോലീസ് ഇവിടെ നിന്ന് മാറ്റുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുമ്പോഴും രാഹുലുമായിട്ടുള്ള വാഹനം ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. പക്ഷേ പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ശക്തമായിട്ടുള്ള ഉന്തും തള്ളുമാണ് ഉണ്ടാകുന്നത്. നമുക്കറിയാം 11ാം തീയതി പാലക്കാട്ടെ സ്വകാര്യ ഹോട്ടലിൽ നിന്ന് അതീവ രഹസ്യ സ്വഭാവത്തോടു കൂടി പൂങ്കുഴലി IPS നേതൃത്വത്തിലുള്ള സംഘം രാഹുലിനെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് പിറ്റേന്ന് പുലർച്ചയ്ക്ക് 5ാം തീയതിയോടുകൂടി എയർ ക്യാമ്പിൽ എത്തിക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു. ഏതായാലും 3ാം ബലാത്സംഗ കേസിൽ രാഹുലിനെ കുരുക്ക് മുറുകിയിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു ജാമ്യം ലഭിക്കുന്നതെന്ന കാര്യം ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് നേരത്തെ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയുടെ ഭാഗത്തു നിന്ന് രാഹുലിന് ജാമ്യം നിഷേധിച്ചിരുന്നു. രാഹുലിനെ റിമാൻഡിൽ വിട്ടപ്പോഴും ജാമ്യം നിഷേധിച്ചപ്പോഴും എല്ലാം കോടതിയുടെ ഭാഗത്ത് നിന്ന് വലിയ ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പത്തനംതിട്ട സെഷൻസ് കോടതിയിലേക്ക് എത്തിയത്. മുതിർന്ന അഭിഭാഷകനായ ശാസ്തമംഗലം അജിത് കുമാറിന്റെയും അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ജൂനിയർ അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് അഭിലാഷ് ചന്ദ്രന്റെയും നേതൃത്വത്തിലുള്ള അഭിഭാഷകരാണ് ഇന്ന് കോടതിയിൽ രാഹുലിന് വേണ്ടി ജാമ്യ ഹർജിക്ക് വേണ്ടി ഹാജരായത്. അതിനുശേഷമാണ് ഈ ജാമ്യം ലഭിക്കുകയും ഇപ്പോൾ രാഹുൽ പുറത്തിറങ്ങുകയും ചെയ്യുന്നത്. വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾക്കും കോലിളക്കങ്ങൾക്കുമെല്ലാം കേരള രാഷ്ട്രീയത്തിൽ ഇട നൽകിയ ഒരു കേസായിരുന്നു ഇത്. 3ാമത്തെ ബലാത്സംഗ കേസിലാണ് രാഹുൽ പിടിയിലാകുന്നതും പിന്നീട് രാഹുലിനെ റിമാൻഡിൽ വിടുകയും ഒക്കെ ചെയ്തത്. 3 ദിവസത്തെ കസ്റ്റഡി നൽകിയതിനു ശേഷം തിരുവല്ലയിലെ ക്ലബ് 7 ഹോട്ടലിൽ എത്തിച്ച് രാഹുലിനെ തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഇവിടെ മാത്രമാണ് തെളിവെടുപ്പ് നടത്തിയത്. ഇതിന്റെ ഭാഗമായെല്ലാം, അല്ലെങ്കിൽ പാലക്കാട് നിന്നടക്കം രാഹുലിന്റേതായിട്ടുള്ള ചില സ്വകാര്യ ഫോണുകളെല്ലാം അന്വേഷണ സംഘം പിടിച്ചെടുത്തിരുന്നു. പരാതിക്കാരി ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ രാഹുലിനെതിരെ നടത്തിയിരുന്നു. ഈ ആരോപണങ്ങളിൽ രാഹുലിനെതിരെ ശക്തമായിട്ടുള്ള, രാഹുലിന് കുരുക്കാകുന്ന ചില മൊഴികളുണ്ട് എന്ന അന്വേഷണ സംഘം ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇരയെ
അപായപ്പെടുത്താനുള്ള നടപടികളെല്ലാം രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായേക്കാം, തെളിവുകൾ നശിപ്പിച്ചേക്കാം, സമൂഹത്തിൽ സ്വാധീനമുള്ള വ്യക്തിയാണ് എന്നതടക്കമുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. ഈ കോടതി ജാമ്യം നിഷേധിച്ചുകൊണ്ട്, കഴിഞ്ഞ വട്ടം ജാമ്യം നിഷേധിച്ചുകൊണ്ട് മജിസ്ട്രേറ്റ് കോടതി പറഞ്ഞപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നിയമസഭ ചേരുന്ന ഒരു സമയമാണ്. രാഹുൽ ഇപ്പോഴും പാലക്കാടിനെ പ്രതിനിധീകരിക്കുന്ന MLA ആണ്. അതുകൊണ്ട് തന്നെ നാളെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് രാഹുൽ പങ്കെടുക്കുമോ എന്ന കാര്യം പ്രത്യേകം കാണേണ്ടതാണ്. ഇപ്പോൾ പ്രതിഷേധക്കാർ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് ഈ ഇവിടുത്തെ അടിച്ചുകൂടിയിരിക്കുന്ന ചിലർക്കെല്ലാം പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ യുവമോർച്ച പ്രവർത്തകർ പോലീസുകാർ മാവേലിക്കർ സിയുടെ നേതൃത്വത്തിലുള്ള കുറച്ച് അധികം പോലീസുകാർ വന്നിട്ട് ക്രൂരമായിട്ടല്ലേ മർദ്ദിച്ച്. ഒരു മര്യാദ കാണിക്കണ്ടേ? ഈ കേരളത്തിൽ ഇതിനു മുന്നേ പ്രതിഷേധം നടത്തിട്ടില്ലേ? ഇറങ്ങി മാവേലിക്കര ജയിലിന് മുന്നിലെ ഇത്രയും മാധ്യമ പ്രവർത്തകര് നിങ്ങൾ ഇറങ്ങി വന്ന പുള്ളികളൊന്നും അല്ലല്ലോ, ആണോ? ഇപ്പോൾ ഒരു പ്രതിഷേധക്കാരന് ശക്തമായിട്ടുള്ള മർദ്ദനമേൽക്കുകയും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ മർദ്ദനമേൽക്കുകയും അദ്ദേഹത്തിനെ പ്രവർത്തകരെല്ലാം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് രാഹുലിനെ ഈ കേസിൽ പോലീസ് പൂട്ടി എന്ന വാർത്ത വന്നപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് അത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിന് മുമ്പിലുള്ള ഈ ഒരു പ്രതിഷേധം യുവമോർച്ചയുടെ ഭാഗമായാണ് നടക്കുന്നത്. അതായത് യുവമോർച്ചയുടെ ഒരു പ്രവർത്തകന് ശക്തമായിട്ടുള്ള മർദ്ദനം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നാണ് ഈ പ്രതിഷേധക്കാരെല്ലാം പറയുകയും അദ്ദേഹത്തിന്റെ ബോധം ക്ഷയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയും അദ്ദേഹത്തിന് ബോധം നഷ്ടപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ ഈ പ്രതിഷേധവുമായിട്ട് നിന്ന ആളുകളെല്ലാം ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരുക്കത്തിലാണ്. ശക്തമായ പ്രതിഷേധമായിരുന്നു. അല്പസമയം മുൻപ് രാഹുൽ മങ്കൂട്ടം ജാമ്യം ലഭിച്ച കോടതിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ, അതായത് 18 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങുമ്പോൾ ഈ 18 ദിവസത്തിൽ 3 ദിവസം പോലീസ് കസ്റ്റഡിയിലായിരുന്നു എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ പുറത്തിറങ്ങിയപ്പോഴാണ് രാഹുൽ മങ്കൂട്ടത്തിനെതിരെ ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായത്. ഏതായാലും ആദ്യഘട്ടത്തിലടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, കരിങ്കൊടി പ്രതിഷേധവും യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഈ കേസിൽ രാഹുൽ പിടിയിലായ സമയം തൊട്ടുണ്ടായിരുന്നു. അന്നൊക്കെ പൊതിച്ചോറ് പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ എത്തിയിരുന്നു. ഇപ്പോഴേതായാലും യുവമോർച്ചയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ പ്രതിഷേധക്കാരൻ ഇപ്പോൾ ബോധം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെ കുറിച്ചെല്ലാം ഇപ്പോഴും അനിശ്ചിതാവസ്ഥ തുടരുകയാണ്. അങ്ങേയറ്റം ആശങ്കയോടുകൂടി തന്നെയാണ് പ്രതിഷേധക്കാർ ഇദ്ദേഹത്തെ കൊണ്ടുപോകുന്നത്. ഏതായാലും ഇദ്ദേഹത്തിന് ലഭിച്ചതിനെ തുടർന്ന് ഇപ്പോൾ ഈ പ്രവർത്തകനെ കൊണ്ടുപോകാനുള്ള ശ്രമമാണ്. ഇപ്പോൾ ഇദ്ദേഹത്തെ പ്രതിഷേധ വേണ വ്യക്തിയുമായി ആശുപത്രിയിലേക്ക് പോവുകയാണ് പ്രവർത്തകർ. ഏതായാലും വലിയ പോലീസ് സുരക്ഷ തന്നെ ഉണ്ടായിരുന്നു. ഈ പോലീസ് സുരക്ഷയ്ക്കിടയിലേക്ക് പ്രതിഷേധവുമായി വന്നപ്പോൾ ഈ പോലീസുകാരും പ്രതിഷേധക്കാരനും തമ്മിലുണ്ടായ ആക്രമണത്തെ ശരി. ഇപ്പൊ രാഹുൽ മങ്കൂട്ടത്തിൽ ജയിൽ മോചിതനായി രാഹുൽ പോയി. പക്ഷേ ജയിലിന് മുൻപിൽ ഇപ്പോഴും യുവമോർച്ചയുടെ പ്രതിഷേധമൊക്കെ നടക്കുന്നുണ്ട്. പ്രതിഷേധക്കാർക്കൊക്കെ പരിക്കേൽക്കുകയും ചെയ്തു. ജാമ്യ വ്യവസ്ഥകളോടുകൂടിയാണ് ഇന്നിപ്പം കോടതി രാഹുൽ മങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ച. എല്ലാ ശനിയാഴ്ചയും ഹാജരാകണം, പരാതിക്കാരിയെയോ സാക്ഷികളെയോ സ്വാധീനിക്കാൻ പാടില്ല, അന്വേഷണവുമായി സഹകരിക്കണം, സമൂഹ മാധ്യമങ്ങൾ വഴി അപമാനിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യരുത്, 50,000 രൂപയുടെ 2 ആൾ ജാമ്യം, ഇങ്ങനെ നിരവധി ഉപാധികളുടെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ രാഹുൽ മങ്കൂട്ടത്തിന് കോടതി ജാമ്യം അനുവദിച്ചത്. ഒപ്പം തന്നെ രാഹുൽ ഇപ്പോൾ ജയിൽ മോചിതനായി. മാധ്യമങ്ങളോടൊന്നും സംസാരിച്ചതുമില്ല. രാഹുൽ പോവുകയും ചെയ്തു. പക്ഷേ ജയിലിന് മുന്നിൽ പ്രതിഷേധമുണ്ട്.